മനുഷ്യന് പുറത്തെടുക്കാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഇയാളുമായിട്ട് ബന്ധം വെച്ചപ്പോഴേ എനിക്കറിയാം ഇങ്ങനെ ചെന്ന് അവസാനിക്കത്തുള്ളൂ. നേരത്തെ പോലെ എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇയാളിരുന്ന് കുണുകുണാന്ന് പറയാതെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്ക്. എന്തോ തീരുമാനം ഉണ്ടാക്കാനാ? ഇവിടെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇതിനെ ഇറക്കി തിരിച്ച്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഒരു ബിസിനസ് ആകുമ്പം ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവുമോ? അപ്പൊ ഇത് നഷ്ടമെന്ന് കരുതിയാ മതി. മര്യാദ കൊണ്ട് കാശ് കൊടുത്തില്ലെങ്കിൽ സംഭവം വേറെ വഷളാവും. പിന്നെ അയാൾ അഡ്വക്കറ്റാ. അയാൾ വല്ല കേസ് കൊടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം പോയി അകത്ത് കിടപ്പോ അഴിയെണ്ണ വരും. അതൊക്കെ ഇയാൾ എന്നെ എന്തിനാണ് എണ്ണാൻ പെടുന്നത്? ഇയാൾ വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ എണ്ണിക്കോ. നീ അല്ലേ ബിസിനസ് എന്നെ കൊണ്ടുവന്ന് ചെയ്തത് ഞാനാണ്. നഷ്ടം വന്ന് ആ നഷ്ടം നികത്താൻ ഞാൻ തയ്യാറാണ്. ഇയാളെന്താ തയ്യാറാണ്? അല്ല, ഇത്രയും വലിയ എമൗണ്ട് ഞാൻ എങ്ങനെയാ പെട്ടെന്ന് ഒപ്പിക്കുന്നത്? വാങ്ങിച്ചപ്പോ ഈ എമൗണ്ട് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ കൊണ്ടുപോയല്ലോ. ഇത്രയും വലിയ എമൗണ്ട് ഞാൻ ഉണ്ടാക്കിയില്ലേ? അതേപോലെ ഉണ്ടാക്കി എങ്ങനെയല്ലോ. ഇപ്പൊ തൽക്കാലം എനിക്ക് ബുദ്ധിമുട്ടാ. എന്റെ അടുത്ത് ഒരുമാതിരി വർത്താനം പറഞ്ഞേക്കരുത്. നീ ഏതായാലും പകുതി എമൗണ്ട് നീ ഒപ്പിച്ചല്ലോ. അതേ ഒപ്പിച്ച് ബാക്കിയും കൂടെ ഒപ്പിച്ച് കൊടുക്കുക. ഞാൻ തിരിച്ചു തരാം. വേണ്ട, ഞങ്ങൾ തിരിച്ചുണ്ടാക്കണ്ട. നീ അന്ന് വാങ്ങിച്ചോണ്ടൊക്കെ പോയതല്ലേ? പൈസ കൊടുക്കും മര്യാദക്ക്. പിന്നെ ഇല്ല, ഞാൻ വീട്ടിൽ കയറി എന്തെങ്കിലും സാധനം എടുത്തോണ്ട് വിറ്റ് ഞാൻ അയാളുടെ ഇടപാട് തീർക്കും. അമ്മയകത്തുണ്ട്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. മര്യാദക്ക് നിങ്ങൾ പൈസ ഉണ്ടാക്കി എങ്ങനെയാ? ഇല്ല, എനിക്ക് പുറത്തിറങ്ങി എടുക്കാൻ പറ്റിയല്ല. എനിക്കിപ്പോ ടപ്പൊന്ന് കാശ് ഒപ്പിക്കാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടാ. അതാ ഞാൻ പറഞ്ഞു വന്നത്. തലക്കടിക്കും ഞാൻ. മര്യാദക്ക് കാശ് കൊണ്ടുള്ള പണി നോക്കും. ഇയാളുടെ കൂടെ എന്ന് കൂട്ടുകൂടി അന്ന് എന്റെ നാശം തുടങ്ങിയതാ. ഡൈവേഴ്സ് ചെയ്യാൻ പോവാ. അല്ല, ചുമ്മാതെ എന്നതാ ഇവിടെ ചന്തയോ? കുറെ നേരം രണ്ടും കൂടെ തുടങ്ങിയിട്ട് അമ്മ ഉണ്ടകത്ത്. അതിന് എനിക്ക് തന്നെ എടുക്കാം. ഞാൻ എന്നാ ചെയ്യണം? പിന്നെ കാണിച്ച മര്യാദക്കാരന് പിന്നെ ബഹളം വെക്കാതിരിക്കാൻ പറ്റുമോ? ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ അഡ്വക്കേറ്റ് കുമാരൻ നായരോട് ഒരു ബിസിനസ് ചെയ്തു. ഒരു സാധനം ഞങ്ങൾ പുള്ളിക്ക് കൊണ്ടേ കൊടുത്തു. ഇപ്പൊ പുള്ളിക്ക് ആ സാധനം വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു തരുക. അപ്പൊ തിരിച്ചു തരുമ്പോ അയാൾക്ക് വാങ്ങിച്ച പൈസ ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു കൊടുക്കണോ? ആ പൈസ ഞങ്ങൾ രണ്ടുപേരും വീതിച്ചെടുക്കുമായിരുന്നു. ഇപ്പൊ ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് എന്റെ വീതം ഞാൻ ഇടാന്ന് പറഞ്ഞു. ഇങ്ങേരുടെ വീതം ചോദിച്ചപ്പോ അങ്ങേരെ ഇല്ലെന്ന് ചൂടായിക്കൊണ്ട് വരുവാ. നിക്ക് വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുമോ മോനോലി? എടുക്കും. പിന്നെ എടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലേക്കോട്ടെ നമ്മൾ തിരിച്ചു കൊടുക്കല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സാധനം അതുപോലത്തെ ബിസിനസ് അല്ല ഇത്. കണ്ട, ഇങ്ങനത്തെ ന്യായോ ചേച്ചി പറയുന്നത്? അല്ല, ഇത്രയും വലിയ എമൗണ്ടിന്റെ എന്ത് ബിസിനസ്സാ നിങ്ങൾ ചെയ്തേ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ പറഞ്ഞുതരാം. ഐസേഷൻ നായെന്നും പറഞ്ഞ് വഴി കൂടെ നടന്ന ഒരു ചാവാലിയെ പറ്റി ഞങ്ങൾ പിടിച്ച് ഈ പറഞ്ഞ അഡ്വക്കറ്റിന് 350 രൂപയ്ക്ക് കൊണ്ട് വിറ്റു. എന്നിട്ട് 175 ഞാനും കൊടുത്തു, 175 പുള്ളിക്കും കൊടുത്തു. ഇപ്പൊ അയാൾക്ക് മനസ്സിലായി അത് ചാവാലിപ്പട്ടിയാന്നുള്ളത്. അപ്പൊ അയാൾ പട്ടിയെ വേണ്ട, പൈസ തിരിച്ചാന്ന് പറഞ്ഞു. എന്റെ 175 ഞാൻ ഉണ്ടാക്കി. ഇങ്ങനെ 175 ചോദിച്ചപ്പോ കാശ് എടുക്കാനില്ലെന്ന്. പിന്നെ എന്നാ ചെയ്യും? വാട്ടർ അതോറിറ്റിയിലെ വലിയ ഉദ്യോഗസ്ഥനാ പട്ടിപിടുത്തോട്ട് നടക്കുന്നത്. എന്ത് പറഞ്ഞാലും അവസാനം അല്ല, നിങ്ങൾ വഴക്കുണ്ടാക്കി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. എന്റെ 175 എന്റെ ഉണ്ട്. ഈ മോനോലി, നമുക്ക് ഈ പട്ടി കേസ് ഒന്നും വേണ്ട. നാറ്റ കേസ് പോയി അകത്ത് പോയി 175 രൂപ ഉണ്ടെന്ന് അതിന്റെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞോളൂ. നിങ്ങളവിടെ കുഴിച്ചിട്ടിരിക്കുന്ന 175 രൂപ. മോനോലി അങ്ങനെ ചൂടാകിയൊന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞാൻ മസാല ദോശ വാങ്ങിച്ചോണ്ട് വന്നില്ലായിരുന്നോ? അത് ഈ പട്ടി വിറ്റ കാശിന്. ഞങ്ങൾ വേറെ 2 പട്ടിയെ കൂടെ കണ്ടു വെച്ചിട്ടുണ്ട്. ചേച്ചി, ഈ 175 തീരുമാനം ഉണ്ടാക്കി ചേച്ചി. ഒന്ന് പോടാ, ഞാൻ എന്തെടുക്കാനാ എന്ന് പറഞ്ഞ ഇങ്ങനെ കൊറേ നേരമായല്ലോ എല്ലാം കൂടെ കിടന്ന കടിപിടി തുടങ്ങിട്ട്. എന്തോ ഇവിടെ? അമ്മ, ഇവരൊരു പട്ടിയെ. നീ ഒന്നിലിരിക്കേ അല്ലേ? നിക്ക്. നീ എന്തുവാ പറഞ്ഞ? പട്ടി ഒന്നുമില്ല, അമ്മ പോയിട്ട് വാ. അല്ല, അമ്മ ഇതങ്ങോട്ട് പോന്നു. ഞാൻ കോകിലയുടെ വീട് വരെ പോവാ. കോകിലയുടെ വീട്ടിലേക്ക് പോകണല്ലേ? ഒരു 175 രൂപ ഒന്ന് റോൾ ചെയ്യാൻ കാണുമോ? 175 ഇല്ല. ഇല്ലെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ. ഞാൻ പോയിട്ട് വരാം. അല്ലമ്മേ, അമ്മ കോകിലയുടെ വീട്ടിലേക്കല്ലേ പോണേ? അതെ. എന്നിട്ട് വെറും കൈയോടെയാണോ പോകുന്നേ? പേഴ്സ് കയ്യിലുണ്ടല്ലോ. അതിനകത്ത് പൈസ എടുത്തിട്ടുണ്ട് അച്ഛമ്മ പോകുന്ന വഴിക്ക് വാങ്ങാൻ. അത് പിടിക്കാൻ വേണ്ടിട്ടല്ലേ എന്നെ കൊണ്ടുപോകുന്നേ. അമ്മ പോയിട്ട് വരാം. റോളിംഗ് ഇല്ലല്ലോ. റോളിങ്ങും ഇല്ല, ഒന്നുമില്ല. 175. മേലെങ്കിൽ ഓട്ടോ പിടിച്ചു പോമേ. ചേച്ചി, ഈ 175 എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി ചേച്ചി. ചൂടുള്ള നേരത്തെ മോന്തലോട്ട് ഒഴിക്കും ഞാൻ. അരിക്കലത്തിലൊന്ന് നോക്കിയാലോ? ഈ ചൂടുവെള്ളം ഈ മോന്തയിലും വീഴും. അരിക്കലും മുഴുവൻ തപ്പി പറക്കായിരിക്കും അമ്മ പോയിരിക്കുന്നേ.
ഞാനിനി എങ്ങനെ പുറത്തിറങ്ങുമോ? ആ ദേ വരുന്ന അടുത്തത്. ആ വാ വാ. ഇവരോട് 175 ചോദിച്ചാലോ? ചേച്ചി ഞാൻ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്താ? ദേ, കണ്ടാ? സഹു വാങ്ങിച്ചു തന്നതാ. 1 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. എത്ര? 1 ലക്ഷം രൂപ അത്രേ ഉള്ളൂ. നീ എന്തിനാ ഇതിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിങ്ങളെ കാണിക്കാൻ. നീ എന്തിനാടി ഓരോന്നോരോന്ന് മേടിക്കുമ്പോ ഇവിടെ കൊണ്ട് കാണിക്കുന്നേ? അല്ല, നിങ്ങൾ ഇത്രയും വില കൂടിയ സാധനങ്ങളൊന്നും കണ്ടു കാണത്തില്ലല്ലോ. ഒന്നൊന്ന് കാണിച്ചേച്ച് പോയേക്കാന്ന് വിചാരിച്ചു. ദേ കണ്ടോ, വേണം തൊട്ട് നോക്കിക്കോ. വേണ്ട. അല്ല, ഒന്ന് തൊട്ടോന്നേ. ഓ വേണ്ടെന്നേ. അതെന്തായാലും ഈ ജന്മത്ത് ഇങ്ങനത്തെ വില കൂടിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാനുള്ള യോഗമൊന്നും ചേച്ചിക്കില്ല. അത് തന്നെയല്ല അർജുനായിട്ട് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അല്ലേ അർജുനേട്ടാ? ആര് പറഞ്ഞു? കഴിഞ്ഞ ആഴ്ച പുള്ളി ഒരു മസാല ദോശ വാങ്ങിച്ചു കൊടുത്താണല്ലോ ചേച്ചിക്ക്. പിന്നെ 50 രൂപയുടെ മസാല ദോശ വാങ്ങിച്ചു കൊടുക്കുന്ന വലിയ കാര്യം. 60 രൂപ. എന്നാണ് ഇത് 1 ലക്ഷം രൂപ? നീ ഓവറാക്കല്ല. നീ ഒരുപാട് അങ്ങ് പറയരുതേ. ഒരുപാട് പറഞ്ഞ നീ ഞങ്ങള് ഇത് ഒരു താഴയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ചേച്ചിക്ക് ഇതിനൊക്കെ അസൂയ ചേച്ചി. അതെ, അസൂയൊന്നുമില്ല. നിനക്ക് കാശുണ്ടെങ്കിൽ നീ മേടിക്കോ, നീ കൊണ്ട് കുഴിച്ചോ, എന്നാ വേണമെങ്കിലും കേറാം. അത് ഞങ്ങളെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് കാശുണ്ട്. ചിലപ്പോ ഞാൻ ബോട്ടുണ്ടെങ്കിൽ കടലിൽ ഒഴുക്കി വിട്ടെന്ന് വരും. നീ ഒഴുക്ക്, ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞോ? ഏതായാലും എന്റെ അനിയന്റെ കാശാണല്ലോ. ഈ അനിയൻ എന്റെ ഭർത്താവാ. ചോദിക്കും പോലെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നും അല്ലല്ലോ. എന്റെ വീട്ടിൽ 150 പവനിട്ട് എന്നെ ഇങ്ങോട്ട് വെട്ടി. കണ്ടതാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? നിന്റെ കല്യാണം കഴിഞ്ഞ 150 പവൻ കണ്ടതാ. ആകെ ഒരു ഇത് പിന്നെ ഒരു താലിമാല വെച്ച് കൂട്ടിയിട്ടുണ്ടോ ഞങ്ങൾ വന്നിട്ട്? അന്ന് കഴിക്കുന്ന വെറുംചോറും പരിപ്പ് ഒരു തോരഞ്ഞ് മാത്രം, പപ്പടം പോലും ഇല്ല. അതുപോലെ ധർമ്മ കല്യാണം കൂടിയിട്ടായിരിക്കും. നന്നായിട്ട് 3 കൂട്ടം പായസം പായസം ബാറ്ററി സഹു പറഞ്ഞോ നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു? വെറും പണ്ടും ചായ അല്ലേ? ഞങ്ങളെ നടത്തി തന്നതല്ലേ? ഞങ്ങൾ അന്തസ്സായിട്ട് ഒളിച്ചോടി. കൂടുതൽ വർത്താനം പറയണ്ട. ഈ വീട് ഞങ്ങളുടേതാ. കൂടുതൽ വർത്താനം പറഞ്ഞ ഇപ്പൊ ഇറങ്ങേണ്ടി വരും ഇവിടുന്ന്. പറ, ഇതിന് ബാക്കി പറ. പറ ഇങ്ങോട്ടെ. അമ്മ ഇല്ല ഇവിടെ. അമ്മ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്നോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. കണ്ടോ? പോകാൻ പറ്റേ. എന്താ വർത്താനം പറഞ്ഞിട്ട് അങ്ങ് കയറി അങ്ങ് പോകണ്ട. പറയങ്ങോട്ടെ. എന്നാ എങ്ങനെ പറയാനുള്ളേ? ഇങ്ങേർക്ക് ഒരു 175 രൂപ കടം കൊടുക്കാൻ കാണുമോ? 175 രൂപ കടം. തട്ടി മുട്ടി